പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR at ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 8 എപ്പിസോഡുകളിലൂടെ നാം മത്തായിയുടെ സുവിശേഷം അധ്യായം 13:44 മറഞ്ഞ നിധിയുടെ ഉപമ ധ്യാനിച്ചു. അവിടെ ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായി ഒരു നിധി കണ്ടെത്തുന്നു. ആ കണ്ടെത്തൽ അവൻ്റെ ജീവിതത്തിൻ്റെ മൂലക്രമത്തെ മാറ്റിമറിക്കുന്നു. നിധി സംരക്ഷിക്കുന്നു, എല്ലാം വിറ്റുകൊടുക്കുന്നു. ഒടുവിൽ നിധിയല്ല, വയലാണ് വാങ്ങുന്നത്. അങ്ങനെ ആ ഉപമ നമ്മെ കണ്ടെത്തലിൽ നിന്ന് ആത്മീയ പരിസരത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് നയിച്ചു. എന്നാൽ ഇന്ന് യേശു നമ്മെ മറ്റൊരു ഉപമയിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം ഉപമ മുഴുവനായി കേൾക്കാം. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരിക്ക് തുല്യമാണ്. അവൻ അത്യന്തം വിലയേറിയ ഒരു രത്നം കണ്ടെത്തിയപ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. മത്തായിയുടെ സുവിശേഷം അധ്യായം 13:45 മുതൽ 46 വരെ തിരുവചനങ്ങൾ. വചനങ്ങളുടെ എണ്ണത്തിൽ വളരെ ചെറിയ ഉപമ, പക്ഷേ മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരടിസ്ഥാന ചോദ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ എന്താണ് അന്വേഷിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം അധ്യായം 13:44 ഉപമയുടെ കേന്ദ്രത്തിൽ കണ്ടെത്തൽ, ഡിസ്കവറി ആയിരുന്നു. മത്തായിയുടെ സുവിശേഷം അധ്യായം 13:45 മുതൽ 46 ഉപമയുടെ കേന്ദ്രത്തിൽ അന്വേഷണം, സീക്കിംഗ് ആണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധമല്ല. ആദ്യത്തെ ഉപമയിൽ ദൈവത്തിൻ്റെ അപ്രതീക്ഷിതമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ഉപമയിൽ മനുഷ്യൻ്റെ സജീവമായ അന്വേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഇന്നത്തെ നമ്മുടെ കേന്ദ്ര ചിന്ത ഇതാണ്: ആത്മീയ ജീവിതം ഒരു കണ്ടെത്തലിലൂടെ മാത്രം പൂർണ്ണമാകുന്നില്ല. അത് നിരന്തരമായ അന്വേഷണത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. കണ്ടെത്തൽ ഒരു സംഭവമായിരിക്കാം, അന്വേഷണം ഒരു ജീവിത ഭാവമാണ്. ഒരു സംഭവം ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നു, എന്നാൽ ഒരു ജീവിതഭാവം മനുഷ്യൻ്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും മൂല്യങ്ങളെയും ക്രമേണ രൂപപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, യേശു ഉപമ ആരംഭിക്കുന്നത് മുത്തിൽ നിന്നല്ല, വ്യാപാരിയിൽ നിന്നാണ്. നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. അതായത് ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് അന്വേഷിക്കുന്ന മനുഷ്യനെയാണ്. ഇവിടെയാണ് ഉപമയുടെ അസ്തിത്വപരമായ പ്രാധാന്യം. മനുഷ്യൻ അതിജീവനം മാത്രം ലക്ഷ്യമാക്കുന്ന ജീവിയല്ല. വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം അന്വേഷിക്കുന്നു, ദാഹമുണ്ടെങ്കിൽ വെള്ളം അന്വേഷിക്കുന്നു, സുരക്ഷ ആവശ്യമുണ്ടെങ്കിൽ അഭയം അന്വേഷിക്കുന്നു. ഇവ ജൈവ ആവശ്യങ്ങളാണ്. പക്ഷേ ഭക്ഷണം ലഭിച്ച ശേഷവും മനുഷ്യൻ അന്വേഷിക്കുന്നു, സുരക്ഷ ലഭിച്ച ശേഷവും അന്വേഷിക്കുന്നു, സമ്പത്ത് നേടിയ ശേഷവും അന്വേഷിക്കുന്നു. എന്തുകൊണ്ട്? കാരണം മനുഷ്യന് ജീവിച്ചിരിക്കുക മാത്രം പോരാ, ജീവിതത്തിന് അർത്ഥം വേണം. അവൻ സത്യത്തെ അന്വേഷിക്കുന്നു, നീതിയെ അന്വേഷിക്കുന്നു, സൗന്ദര്യത്തെ അന്വേഷിക്കുന്നു, സ്നേഹത്തെ അന്വേഷിക്കുന്നു, നന്മയെ അന്വേഷിക്കുന്നു. ഒടുവിൽ ഈ അന്വേഷണങ്ങൾ മനുഷ്യനെ ആത്യന്തിക സത്യത്തിൻ്റെ അന്വേഷണത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനെ ഹോമോ സാപ്പിയൻസ്, ഹോമോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ, സാപ്പിയൻസ് വിസ്റ്റം, വിവേകമുള്ള മനുഷ്യൻ എന്ന് വിളിക്കുന്നത് പോലെ ഈ ഉപമയുടെ വെളിച്ചത്തിൽ ഹോമോ ക്വയറൻസ്, അന്വേഷിക്കുന്ന മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാം. കാരണം മനുഷ്യൻ്റെ പ്രത്യേകത അറിവ് നേടാനുള്ള കഴിവിൽ മാത്രമല്ല, ആത്യന്തികമായ അർത്ഥത്തെയും സത്യത്തെയും അന്വേഷിക്കാനുള്ള കഴിവിലാണ്. ഇവിടെ നമുക്കൊരു പ്രധാന തിരുത്തൽ ആവശ്യമാണ്. ആത്മീയ ജീവിതത്തെ പലപ്പോഴും നാം അസാധാരണമായ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. ഒരു ശക്തമായ അനുഭവം, ഒരു ആന്തരിക പ്രകാശനം, ഒരു നിർണായകമായ ആത്മീയ നിമിഷം, ഇവയ്ക്കെല്ലാം സ്ഥാനമുണ്ട്. എന്നാൽ യേശുവിൻ്റെ ഉപമ നമ്മോട് പറയുന്നത് അതിനേക്കാൾ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്.
ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം ഒരു അനുഭവത്തിലല്ല, അന്വേഷിക്കുന്ന ഹൃദയത്തിലാണ്. കാരണം അന്വേഷിക്കുന്ന ഹൃദയത്തിന് 3 പ്രത്യേകതകളുണ്ട്. 1, തുറവ്, എനിക്ക് ഇനിയും അറിയാനുണ്ട് എന്ന ബോധം. 2, വിനയം, ഞാൻ കണ്ടെത്തിയതെല്ലാം അന്തിമമല്ല എന്ന തിരിച്ചറിവ്. 3, മുന്നോട്ടുള്ള ചലനം, ഇനിയും ആഴത്തിലേക്ക് പോകണം എന്ന ആന്തരിക പ്രേരണ. അതുകൊണ്ട് ആത്മീയ പക്വത എന്നത് എല്ലാ ഉത്തരങ്ങളും കൈവശമുള്ള അവസ്ഥയല്ല, മറിച്ച് സത്യത്തോട് കൂടുതൽ ആഴത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെയാണ് യേശുവിൻ്റെ ഒരു ചെറിയ വാക്ക് വളരെ പ്രധാനമാകുന്നത്. യേശു പറയുന്നത് രത്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരി എന്നല്ല, നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരി എന്നാണ്. ഇവിടെ ഉപമ ഒരു പുതിയ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നതല്ല, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? എല്ലാവരും എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ട്. ഒരാൾ സമ്പത്ത് അന്വേഷിക്കുന്നു, മറ്റൊരാൾ അധികാരം, മറ്റൊരാൾ അംഗീകാരം, വേറൊരാൾ സുരക്ഷ, മറ്റൊരാൾ പ്രശസ്തി, മറ്റൊരാൾ സമാധാനം, മറ്റൊരാൾ ദൈവം. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ നിർണയിക്കുന്നത് അവൻ അന്വേഷിക്കുന്നതിൻ്റെ ദിശയാണ്. നാം നിരന്തരം അന്വേഷിക്കുന്ന കാര്യങ്ങൾ ക്രമേണ നമ്മുടെ ശ്രദ്ധയെയും ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നു. അതിനാൽ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ ആത്മപരിശോധന ഇതായിരിക്കണം: ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? ഈ ഉപമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ച ഇതാണ്: നാം അന്വേഷിക്കുന്ന വസ്തു മാത്രമല്ല നമ്മെ മാറ്റുന്നത്, അന്വേഷണത്തിൻ്റെ പ്രക്രിയയും നമ്മെ മാറ്റുന്നു. വർഷങ്ങളായി നല്ല രത്നങ്ങൾ അന്വേഷിച്ച വ്യാപാരി ഓരോ രത്നത്തോടും കൂടി തൻ്റെ കണ്ണിനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അവൻ മൂല്യം തിരിച്ചറിയാൻ പഠിച്ചു, വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ പഠിച്ചു, നല്ലതും അത്യുത്തമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പഠിച്ചു. അങ്ങനെ അത്യന്തം വിലയേറിയ രത്നം മുന്നിലെത്തിയപ്പോൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു. ഇവിടെ ഒരു പ്രധാന ആത്മീയ നിയമം കാണാം: അന്വേഷണം അന്വേഷകനെ രൂപപ്പെടുത്തുന്നു. നാം എന്തിനെയാണ് നിരന്തരം അന്വേഷിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ ശ്രദ്ധ പരിശീലിപ്പിക്കപ്പെടുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ ക്രമപ്പെടുന്നു, നമ്മുടെ വിവേചനശേഷി വളരുന്നു, നമ്മുടെ മൂല്യബോധം ആഴപ്പെടുന്നു. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിലെ അന്വേഷണം ഒരു പ്രിപ്പറേഷൻ മാത്രമല്ല, അതുതന്നെ ഒരു ഫോർമേഷനാണ്. ഇവിടെയാണ് ഈ ഉപമ ഇന്നത്തെ മനുഷ്യനോട് പ്രത്യേകമായി സംസാരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ്റെ വലിയ പ്രശ്നം വിവരങ്ങളുടെ അഭാവമല്ല, വിവരങ്ങളുടെ അമിത പ്രസരണമാണ്. നമ്മുടെ ശ്രദ്ധയ്ക്കായി അനേകം കാര്യങ്ങൾ ഒരേ സമയം മത്സരിക്കുന്നു. വാർത്തകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, ജോലി, ബന്ധങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. അങ്ങനെ മനുഷ്യൻ്റെ ശ്രദ്ധ നിരന്തരം പല ദിശകളിലേക്ക് വലിക്കപ്പെടുന്നു. പ്രശ്നം നമുക്ക് അന്വേഷണമില്ല എന്നതല്ല, നമ്മുടെ അന്വേഷണം ചിതറിപ്പോയിരിക്കുന്നു എന്നതാണ്. അതിനാൽ ഇന്നത്തെ ആത്മീയ പ്രശ്നം ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് എന്നതോടൊപ്പം എൻ്റെ അന്വേഷണം എത്രത്തോളം ഏകീകൃതമാണ് എന്നതാണ്. ആത്മീയത എന്നത് ജീവിതത്തിൽ നിന്ന് പുതിയൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നതല്ല, മറിച്ച് ചിതറിപ്പോയ ജീവിതത്തിൻ്റെ ശ്രദ്ധയെയും ആഗ്രഹങ്ങളെയും ക്രമേണ ആത്യന്തികമായ ഉറവിടത്തിലേക്ക് ഏകീകരിക്കുന്ന പ്രക്രിയയാണ്. അവിടെ നിന്നാണ് ആന്തരികമായ സമാധാനം രൂപപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഈ ചെറിയ ഉപമ നമ്മോട് വളരെ വ്യക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നു: എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അന്വേഷണം എന്താണ്? വിജയമോ, അംഗീകാരമോ, സമ്പത്തോ, സുരക്ഷയോ, അല്ലെങ്കിൽ ഇവയ്ക്കെല്ലാം അർത്ഥം നൽകുന്ന ആത്യന്തിക സത്യമോ? ഈ ചോദ്യം ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന പരിശോധനയാണ്.
കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് നാം ഇതിനകം കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമല്ല, നാം നിരന്തരം അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ അന്വേഷണത്തിൻ്റെ ദിശയാണ് ജീവിതത്തിൻ്റെ ദിശ. അന്വേഷണത്തിൻ്റെ ഗുണനിലവാരമാണ് ജീവിതത്തിൻ്റെ ഗുണനിലവാരം. പ്രിയ സുഹൃത്തുക്കളെ, മത്തായിയുടെ സുവിശേഷം അധ്യായം 13:44 നാം കണ്ടത് കണ്ടെത്തലിൻ്റെ ആത്മീയത ആയിരുന്നു. മത്തായിയുടെ സുവിശേഷം അധ്യായം 13:45 മുതൽ 46 നമ്മെ പഠിപ്പിക്കുന്നത് അന്വേഷണത്തിൻ്റെ ആത്മീയതയാണ്. ആദ്യ ഉപമയിൽ മനുഷ്യൻ നിധി കണ്ടെത്തുന്നു. രണ്ടാമത്തെ ഉപമയിൽ മനുഷ്യൻ രത്നങ്ങൾ അന്വേഷിക്കുന്നു. ഒന്നിൽ കണ്ടെത്തൽ സംഭവിക്കുന്നു, മറ്റൊന്നിൽ അന്വേഷണം തുടരുന്നു. അതിനാൽ ആത്മീയ ജീവിതം ഒരു ദിവസം എന്തോ കണ്ടെത്തി അവിടെ നിൽക്കുന്നതല്ല. കണ്ടെത്തിയതിനു ശേഷവും കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതമാണ് ആത്മീയ ജീവിതം. എന്നാൽ ഇവിടെ ഒരു പുതിയ ചോദ്യം ഉയരുന്നു. വ്യാപാരി നല്ല രത്നങ്ങൾ അന്വേഷിച്ചു, പക്ഷേ ഒടുവിൽ അവൻ കണ്ടെത്തിയത് ഒരേയൊരു അത്യന്തം വിലയേറിയ രത്നമാണ്. എന്തുകൊണ്ടാണ് അനേകം നല്ലതുകളുടെ അന്വേഷണം ഒടുവിൽ ഒരേയൊരു പരമമൂല്യത്തിലേക്ക് എത്തുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ അനേകം അന്വേഷണങ്ങൾ ഒടുവിൽ ഒരു ആത്യന്തിക അന്വേഷണമായി മാറുന്നത്? അതാണ് നമ്മുടെ അടുത്ത ധ്യാനത്തിൻ്റെ വിഷയം. നന്ദി.